ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു മീൻകറിയാണ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. മോത എന്ന് പറയുന്നൊരു മീനാണ്. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയും പിന്നെ കപ്പ വേവിച്ചതിൻ്റെ ഒക്കെ കൂടെ കൂട്ടാനായിട്ട് നല്ല ടേസ്റ്റാണ്. എനിക്ക് കപ്പ കിട്ടിയില്ല, അതുകൊണ്ട് ചോറ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നല്ല കുടംപുളിയൊക്കെ ഇട്ട് വെച്ച നല്ല കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി കുറച്ചധികം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ പുളി, കുടംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീനും. അപ്പം ആദ്യം നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഉലുവ ഇട്ട് പൊട്ടിക്കാം. ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ അല്പം കടുകും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ചെറിയ ഉള്ളി എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ ഇളക്കി ഒന്ന് വഴറ്റി കൊടുക്കാവേ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മുടെ പൊടികളിടാം. നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത് രണ്ടും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നന്നായിട്ടൊന്ന് വഴണ്ട് അതിൻ്റെ ആ പച്ചമണം എല്ലാം ഒന്ന് മാറി ഏകദേശം എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന സമയമാകുമ്പോൾ നമുക്കൊരു അല്പം മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടെ നന്നായിട്ട് എണ്ണയിലൊന്ന് വഴണ്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കണം. അത് നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോഴേക്കും കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമെങ്കിൽ വീണ്ടും കുറച്ചും കൂടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിനുശേഷം നമുക്ക് പുളി, വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളി നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3 കഷ്ണം പുളി ഞാൻ ഇടുന്നുണ്ട്. കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് ഉപ്പുണ്ടോ ഇല്ലയോ നോക്കിയിട്ട് വീണ്ടും കുറച്ചുകൂടി ഇടാം. എന്നിട്ട് അരപ്പ് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് പിറക്കി അരപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടപ്പ് വെച്ച് അടച്ച് മൂടി വെച്ചിട്ട് നമ്മളത് വേവിക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ ചാറെല്ലാം കുറുകി പറ്റി നല്ലതായിട്ട് നമുക്ക് ഒരു മീൻകറി നമുക്ക് കിട്ടും. നല്ല ടേസ്റ്റാണ്. മോതമീൻ നല്ല ടേസ്റ്റുള്ളൊരു മീനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ തുടങ്ങിയ ഒരു ചാനലാണിത്. പാചകം എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്.